ടി പി ചന്ദ്രമാഷെ, പണ്ട് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ അങ്ങ് അതിലുണ്ടായിരുന്നോ എന്നറിയില്ല. ഈ പറയുന്ന കാളവണ്ടി ചവിട്ടിയും ഈ പറയുന്ന സാധനമൊക്കെ ഉരുട്ടിക്കൊണ്ടുള്ള സമരവും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ശോഭാ സുരേന്ദ്രൻ വീട്ടിൽ പോയി ഒരു അമ്മയോട് ചോദിക്കുന്നതും പെട്രോൾ ലിറ്റർ 50 രൂപ ഞങ്ങൾ തരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ട്. ടി പി ചന്ദ്രമാഷെ, ഇന്ധനവില കുത്തനെ ഇടിയുമ്പോൾ അവിടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഇട്ട് അതിൻ്റെ ഗുണം ജനത്തിലേക്ക് എത്താതിരിക്കാൻ കേന്ദ്രം കണിശമായി ജാഗ്രത കാണിച്ച് പോയ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ലക്ഷക്കണക്കിന് കോടികളുടെ അധിക വരുമാനം അതുവഴി കേന്ദ്രത്തിന് കിട്ടിയിട്ടുമുണ്ട്. നേരത്തെ കെ പ്രേംകുമാർ MLA പറഞ്ഞ എണ്ണ കമ്പനികളുടെ അധിക വരുമാനം കൂടാഞ്ഞ് യുദ്ധ സാഹചര്യത്തിൽ വില കൂടുമ്പോഴും ആ വില പിടിച്ചു നിർത്താനുള്ള പ്രഥമ ബാധ്യത കേന്ദ്രത്തിനാണ്. ഇവിടെ ചോദ്യം യഥാർത്ഥത്തിൽ സംസ്ഥാനത്തോടോ സംസ്ഥാനങ്ങളോടോ വീഡിയോടോ ആണോ ചോദിക്കേണ്ടത്, അതോ കേന്ദ്രത്തോടാണോ? ടി പി ഹാഷ്മി എല്ലാവരോടും ചോദിക്കണം. പക്ഷേ ഈ ചർച്ചയ്ക്കിടയിൽ അറിയാതെ ഹാഷ്മി പറഞ്ഞു പോയ ഒരു പരമാർത്ഥമുണ്ട്. ഓയിൽ വില വർദ്ധിക്കുന്നതിൻ്റെ മുമ്പ് കഴിഞ്ഞ 12 മാസക്കാലമായി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. തൊട്ടടുത്ത് നിൽക്കുന്ന കർണാടകയേക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു കേരളം എന്ന് പറയുമ്പോൾ ഓയിൽ വിലയുടെ വർധനവ് വിലക്കയറ്റത്തിനിടയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് മാത്രമാണ് ഈ ഓയിൽ കേരളത്തിലെ വിലക്കയറ്റത്തിന് കാരണമെന്ന് ഹാഷ്മിക്ക് സമ്മതിക്കാൻ സാധിക്കുമോ? അല്ല, അതിൽ പ്രധാന കാരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഞാൻ അതൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ ഹാഷ്മി. തുടക്കത്തിൽ മറ്റുള്ളവരോട് കാണിച്ച ഒരു മര്യാദ ആദ്യത്തെ ഒരു 5 മിനിറ്റിലെങ്കിലും എനിക്ക് നിങ്ങൾ അനുവദിച്ചു തരിക, എന്നിട്ട് നിങ്ങൾ ഇടപെട്ട് കൗണ്ടർ ചോദ്യം ചോദിച്ചോളൂ. നോക്കൂ, ഇന്ത്യ രാജ്യത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആവറേജ് 3.8 ആണ്. കഴിഞ്ഞ 12 മാസമായി ഹാഷ്മി തന്നെ പറഞ്ഞു 9.84 ആണ് കേരളത്തിൽ. അപ്പൊ കേരളത്തിലെ ഈ വിലക്കയറ്റത്തിന് കാരണം കഴിഞ്ഞ 10-15 ദിവസത്തിനിടെയുണ്ടായ എണ്ണവില വർധനവും മാത്രമാണോ? ഇനി താങ്കൾ പറയുന്ന മാതിരി എണ്ണവില വർധനവും മാത്രമാണെങ്കിൽ എൻ്റെ ചോദ്യം 12 രൂപ കുറവാണ്. അതായത് നരേന്ദ്രമോദി വർദ്ധിപ്പിച്ച എണ്ണവില നിലവിൽ വരുന്നതിൻ്റെ മുമ്പ് കേരളത്തിലെ എണ്ണവില കർണാടകയെക്കാളും എൻ്റെ ഗ്രാമത്തിന് തൊട്ടപ്പുറത്തുള്ള മാഹിയേക്കാളും 12 രൂപ കുറവാണ്. അപ്പോൾ അതെന്താണ് കാട്ടി അങ്ങനെ വിലകയറിയ പശ്ചാത്തലം? ഇവിടെ ഒരു കാര്യം ഞാൻ താങ്കളോട് ഉറക്കെ പറയാം. താങ്കൾ വരികൾക്കിടയിലൂടെ താങ്കളെപ്പോലൊരു മാധ്യമപ്രവർത്തകൻ അറിയാഞ്ഞിട്ടാണ് എന്ന വിശ്വാസമൊന്നും എനിക്കില്ല ഈ കളവ് ഇങ്ങനെ ആവർത്തിക്കുന്നത്. ഒരു കാര്യം ശരിയാണ്, ഇന്ത്യ രാജ്യത്തെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞപ്പോഴും ഇന്ത്യ എണ്ണവില കൂട്ടി നിർത്തിയിട്ടുണ്ട്. ഒരു കാര്യം താങ്കൾക്ക് അറിവില്ലാത്തതാണോ? 2014 മുമ്പ് എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്തെ എണ്ണയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തിയത്? ആരുടെയും ഔദാര്യമൊന്നുമല്ല, സബ്സിഡി കൊടുത്തിട്ടൊന്നുമല്ല. ഓയിൽ പൂൾ ഡിഫിഷ്യൻസി പരിഹരിക്കാൻ ഈ UPA സർക്കാർ ചെയ്തത് 1,34,000 കോടി രൂപയുടെ കടപ്പത്രം 8.4% പലിശ നിരക്കിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തു. താങ്കൾക്കറിയുമോ, അത് BJP ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല. 3,28,000 കോടി രൂപയാണ് മുതലും പലിശയും ചേർത്ത് തിരിച്ചെടുത്തത്. അതിൻ്റെ ഫലമായിട്ട് അത് ഉണ്ടായിട്ടുണ്ട്. ആ കടബാധ്യത ഇന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനില്ല. അതൊന്നും ഇതിനുള്ള ന്യായീകരണമല്ല. ഇനി താങ്കൾ പറയുന്ന മാതിരിയിൽ എണ്ണവില വർധനമാണ് കാരണമെങ്കിൽ എണ്ണവില വർധനവിൻ്റെ കാരണം കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നയമാണോ? അത് ഇറാൻ അമേരിക്ക യുദ്ധമല്ലേ? അതിൻ്റെ ഫലമായിട്ടല്ലേ ഉണ്ടായത്? ഇനി ഇവിടെ കോൺഗ്രസ്സുകാർ പറയേണ്ട ഉത്തരം, ഇവരുടെ പ്രകടന പത്രികയിൽ ഒരു വാചകം ഉദ്ധരിച്ചിരുന്നെങ്കിൽ നമുക്കാർക്കും ഒരു പരാതിയുമില്ല. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി പഠിച്ചിട്ട് ഞങ്ങൾ ചെയ്യാം. പ്രതിപക്ഷ നേതാവിന് കേരളത്തിലെ സാമ്പത്തിക നിലയെക്കുറിച്ച് വിവരമില്ല, അറിവില്ല എന്ന് വസന്ത സിറിയക്ക് സമ്മതിച്ചാൽ ഞാൻ സമ്മതിച്ചു. ഈ നാട്ടിലെ ഏതൊരു പച്ച കുട്ടിക്കും അറിയില്ലേ ഹാഷ്മി കേരളത്തിലെ സാമ്പത്തിക നില കടക്കടിയിലാണ് എന്ന്? അതുണ്ടാക്കിയത് ഇവർക്കും പങ്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന മാസം 15-ാം തീയതി ഞങ്ങൾ ബസ്സിൽ സൗജന്യമാക്കും, കയറിയ ഉടനെ ഞങ്ങൾ ഈ കൊള്ള അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു വാഗ്ദാനം നൽകിയതിൻ്റെ കോളം ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഒരു കാര്യം സത്യമാണ്, പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ ഭരണരംഗത്തിരിക്കുന്നവർ സംസാരിക്കാൻ പറ്റില്ല. കേരളത്തിലെ വിലക്കയറ്റത്തിൻ്റെ കാരണങ്ങൾ ഇതിൽ വ്യക്തമായിട്ടുണ്ട്. 2 രൂപ സെസ് പിണറായി വിജയൻ്റെ കാലത്തിലെ കൊള്ള എൻ്റെ ഇടതുപക്ഷ പ്രതിനിധി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. താങ്കൾ നടത്തിയ കൊള്ള ഇവരോട് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതിന് അയുക്തിയൊന്നുമില്ലെങ്കിലും ധാർമ്മികതയുണ്ടോ എന്ന് താങ്കൾ കൂടി ചിന്തിക്കുക. അതുകൊണ്ട് ഹാഷ്മി, വാക്ക് പാലിക്കാൻ ഇവർ തയ്യാറാകണമെന്നുള്ളതാണ് BJPയുടെ ഇതിനുള്ള മറുപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.